ബിഗ് ബോസ് സീസൺ 7 പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടുകൂടി കണ്ട മത്സരാർത്ഥിയായിരുന്നു സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായ രേണു സുധി. എന്നാൽ 30 ദിവസത്തോളം ഹൗസിൽ നിന്ന ശേഷം രേണു സുധി സ്വമേധയാ ക്വിറ്റ് ചെയ്ത് പുറത്തുവരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിനുശേഷം തിരക്കോട് തിരക്കാണ് രേണുവിന്. 100 ദിവസം ബിഗ് ബോസിൽ നിന്നിരുന്നുവെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലത്തിന്റെ ഇരട്ടി താരം ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ ബിഗ് ബോസിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് താരം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അവർ. തനിക്ക് ബിഗ് ബോസ് ഫേക്കായി തോന്നിയിട്ടില്ല എന്നാണ് രേണു പറയുന്നത്. ബിബി ഹൗസിൽ 5 ദിവസം നമ്മുടെ യഥാർത്ഥ സ്വഭാവം മൂടിവെക്കാനാകുമെന്നും എന്നാൽ പിന്നീട് എന്തായാലും നമ്മുടെ ക്യാരക്ടർ പുറത്തുവരുമെന്നാണ് രേണു പറയുന്നത്. തനിക്ക് ട്രോഫി കിട്ടണമെന്നൊന്നും താൻ പറഞ്ഞിട്ടില്ല. നെഗറ്റീവ് പറയുന്നവരുടെ മുൻപിൽ ലാലേട്ടന്റെ കൈപിടിച്ച് ഒരു ദിവസമെങ്കിലും ആ ഹൗസിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം നിൽക്കാൻ പോയ താൻ 35 ദിവസം അവിടെ നിന്നു. താൻ എവിക്ട് ആയതല്ലെന്നും വാക്കൌട്ട് ആയതാണെന്നും താരം പറയുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് അവസരങ്ങൾ വന്നുവെന്നാണ് രേണു പറയുന്നത്. ഓരോ ലൊക്കേഷനുകൾ മാറി മാറിയുള്ള സഞ്ചാരമാണിപ്പോൾ. ബിഗ് ബോസിന് ശേഷം തീർച്ചയായിട്ടും തനിക്ക് ഉയർച്ചകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് താരം പറയുന്നത്. ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അനീഷ് നല്ല ഗെയിമറാണ്. എല്ലാവരും നന്നായി കളിക്കട്ടെ. അനിമോൾ, അനീഷ്, അക്ബർ, നൂറ, ഷാനവാസ് എന്നിവർ ഫൈനലിലെത്തുമെന്നാണ് കരുതുന്നതെന്നും രേണു സുധി പറഞ്ഞു. കൂടുതൽ ബിഗ് ബോസ് എന്റർടൈൻമെന്റ് ന്യൂസുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.